ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയത്, നമുക്ക് കടപ്പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു കോളിഫ്ലവർ വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു വലിയ കോളിഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. വീഡിയോ വെറുതെ ഒത്തിരി ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്തത്. മിനിമം ഈ ഒരു വലുപ്പത്തിലെങ്കിലും കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ടൈം വെക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും. എന്നിട്ട് ഞാൻ സ്റ്റൈനറിൽ വെച്ചിട്ട് ഇതുപോലെ വെള്ളം കളഞ്ഞിങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഇങ്ങനെ ഊറ്റിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കുന്നുണ്ട്. കാരണം ഇത്രയും ഉണ്ടല്ലോ, ഇത് വലിയ കോളിഫ്ലവറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. എങ്കിലും ഒരുമിച്ചിട്ട് എല്ലാം കൂടി മിക്സായി വരുള്ളൂ. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 2 സ്പൂണ് മുളക് പൊടിയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം സോയാ സോസ്, 1 സ്പൂൺ വരെ ഒഴിക്കാം കേട്ടോ. സോയാ സോസ് വേണമെങ്കിൽ പാകത്തിന് ഉപ്പ് കൂടി ഒഴിച്ച്, അരമുറി ചെറുനാരങ്ങയുടെ നീര്, വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ചെറുനാരങ്ങ അരമുറി എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും പിന്നെ 4-5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഒട്ടും ഇല്ലാതെ നല്ല പോലെ ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു ബാറ്റർ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, കട്ടിയുള്ള ബാറ്റർ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എങ്കിലേ കോളിഫ്ലവറിലേക്ക് എല്ലാം കൂടി പിടിച്ച് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബാറ്റർ വേറെ ഇളകി പോകും. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഉണ്ടല്ലോ, നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മസാലയൊക്കെ നല്ല പോലെ ഇതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തോളൂ കേട്ടോ, എങ്കിലേ നല്ല പോലെ എല്ലാം കൂടി മിക്സ് ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ആദ്യം ചേർക്കാം കേട്ടോ, ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. അരമണിക്കൂറാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഇത് പിടിച്ച് കിട്ടിക്കോളും. മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ ഞാൻ 15 മിനിറ്റ് വെക്കുന്നുള്ളൂ, അത്രേ ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ചൂടായി വരട്ടെ. എന്നിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് കോളിഫ്ലവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. മസാലയൊന്നും ബാറ്ററൊന്നും ഒട്ടും ഇളകി പോകാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്ത ഉടനെ ഇങ്ങനെ കുത്തി ഇളക്കുകയും ചെയ്യരുത്. ഒന്നൊരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മുരിഞ്ഞ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം കേട്ടോ. ഇതിലേക്ക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വേണമെങ്കിൽ പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ എപ്പോഴാണോ ഫ്രൈ ഇങ്ങനെ കോരി എടുക്കുന്നത് ആ ഒരു ടൈമിനെ അടുപ്പിച്ചിട്ട് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്ടോ കഴിക്കാനായിട്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തേക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.